അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. മോട്ടോസൂചിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ കുറച്ചായി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് സമയത്തിൻ്റെ പ്രശ്നം കാരണമായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ സെക്കൻഡ് ടെർമിനലിൻ്റെ വീഡിയോ. ഇതിൻ്റെ എൻട്രിയും കാര്യങ്ങളെല്ലാം ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ, അതായത് വിമാനത്തിൻ്റെ ഉള്ളിൽ പോകുന്നതും, വിമാനത്തിൻ്റെ ഉള്ളിലല്ല എയർപോർട്ടിൻ്റെ ഉള്ളിൽ പോകുന്നതും, അതിനുശേഷം ഇതിൻ്റെ വഴിയും, അതായത് ഫസ്റ്റ് വഴിയും പിന്നെ അതിന് ശേഷം ഉള്ള ബാക്കി കാര്യങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി സബ്സ്ക്രൈബ് ചെയ്തേക്കും ഫ്രണ്ട്സ് ആരെങ്കിലും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. റിക്വസ്റ്റാണ്. എനിക്കിനി കുറച്ച് സബ്സ്ക്രൈബർ കൂടി ആവശ്യമുണ്ട്. കുറച്ചല്ല, അതായത് ക്രൈറ്റീരിയ ഇതാവാൻ വേണ്ടിയിട്ട് കുറച്ച് സബ്സ്ക്രൈബർ ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പം നിങ്ങൾ കാണുന്നത് സെക്കൻഡ് ടെർമിനലിൻ്റെ ഉൾഭാഗമാണ്. അതായത് എമിഗ്രേഷൻ ചെയ്യുന്ന ആ ഒരു ഏരിയ ആണ്. ശരിക്കും ഞാനന്ന് പോയ സമയത്ത് ഇഷ്ടംപോലെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇവിടുന്ന് എമിഗ്രേഷൻ കഴിഞ്ഞ് പിന്നെ അടുത്ത ഒരു ഭാഗത്ത്, ഇപ്പം ഇതൊരു വേറെ സെക്ഷനാണ്, ഇവിടെ ആൾക്കാരില്ല. ഇപ്പം ചാലുവായി കിടക്കുന്ന, അതായത് ഫ്ലൈറ്റ് എമിഗ്രേഷൻ ചാലുവായി കിടക്കുന്ന സ്ഥലത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് ഫുള്ളായിരുന്നു ഫ്ലൈറ്റ് ആക്ച്വലി. ചെറിയൊരു യാത്രയായിരുന്നു. അപ്പോൾ ആ യാത്രയിലേക്കുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇപ്പം അടുത്ത വീഡിയോയിൽ ബാക്കി മുഴുവൻ ഭാഗങ്ങളും കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അടുത്ത പാർട്ട് മുഴുവനായിട്ട് കാണണം. അപ്പോൾ അങ്ങനെ എമിഗ്രേഷൻ്റെ പരിപാടിയിലാണ്. ശരിക്ക് നല്ലൊരു എക്സ്പീരിയൻസാണ്. ഇവിടുത്തെ ആൾക്കാരുടെ പെരുമാറ്റമായിക്കോട്ടെ, നമ്മളോടുള്ള അതായത് നമ്മളെ ഡോക്യുമെൻറ്റ്സ് വാങ്ങിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്ന സമയത്ത് വളരെ പൊളൈറ്റായിട്ടും വളരെ ഒരു റെസ്പെക്റ്റ്ഫുള്ളായിട്ടാണ് ശരിക്കും നമ്മളോട് അവർ പെരുമാറുന്നത്. പെട്ടെന്ന് തന്നെ, അതായത് വളരെ സ്പീഡിൽ കാര്യങ്ങളും ചെയ്യും. നമുക്ക് ഒരുപാട് ടൈമൊന്നും നമ്മളവിടെ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. എത്ര വലിയ ക്യൂ ആണെങ്കിൽ പോലും വളരെ ആക്യുറസി ആയിട്ട് അവർ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം നിങ്ങൾ കാണുന്നുണ്ടാവും. ശരിക്കും ഞാൻ താഴെയുള്ള കുറച്ച് വ്യൂസാണ് എടുത്തത്. അതായത് എൻ്റെ ഹാഫ് ലെങ്ത്തുള്ള വ്യൂസാണ് ഞാൻ കൂടുതൽ എടുത്തേക്കുന്നത്. നടന്നു പോകുമ്പോഴുള്ള സൗകര്യത്തിന് അനുസരിച്ചിട്ടായിരുന്നു. അപ്പോൾ നിങ്ങളിപ്പം കാണാൻ പറ്റുന്നുണ്ടാവും ഇതിൻ്റെ ഉൾഭാഗത്തുള്ള കഫേകളും അതുപോലെ ആൾക്കാർ റെസ്റ്റ് ചെയ്യുന്ന ഏരിയകളിലേക്ക് വളരെ മനോഹരമാണ്. നല്ല രസമാണ് കണ്ടു നിൽക്കാൻ വേണ്ടി. ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ആൾക്കാരിങ്ങനെ ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുറേ ഏരിയയിലേക്കുള്ള ഫ്ലൈറ്റുകളുണ്ട് ഇവിടുന്ന്. അതായത് ദുബായ് എയർപോർട്ട് എന്ന് നമുക്കറിയായിരുന്നു, വേൾഡിൽ നമ്പർ 1 കുറച്ച് എയർപോർട്ടുകളിലുള്ള ഒരു എയർപോർട്ട് കൂടിയാണ് ദുബായ് എയർപോർട്ട് എന്ന് പറഞ്ഞത്. ഫസ്റ്റ് ടെർമിനൽ ഇതിനേക്കാളും ഭയങ്കര ബിസിയും കാര്യങ്ങളായിരുന്നു. പക്ഷേ ഞാനുള്ളത് സെക്കൻഡ് ടെർമിനലാണ്. അപ്പോൾ നിങ്ങൾ ഈ പുറത്തുള്ള കാഴ്ച കാണുന്ന ഫ്ലൈറ്റ് സെക്കൻഡ് വെച്ചിട്ട് ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങാൻ പോവുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു അത്രയും ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഏരിയകളിൽ ടൈമുകളിൽ ഫ്ലൈറ്റ് ശരിക്ക് ഇത് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഒരുപാട് തിരക്കിലാണ്, പക്ഷെ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള തിരക്കിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പുറത്തെ കാഴ്ചകൾ കണ്ടിട്ടുണ്ടാവും. ഇതിപ്പോൾ അകത്തുള്ള കാഴ്ചകളാണ്. ഒരുപാട് ആൾക്കാർ ഫ്ലൈറ്റ് കാത്ത് ഇരിക്കുകയാണ്. ഓരോ ഏരിയക്ക് പോകേണ്ട ആൾക്കാർ ഓരോ ഏരിയ നമ്പർ പ്രകാരം ഗേറ്റ് നമ്പർ ഉണ്ടാവും. ആ ഗേറ്റ് നമ്പറിൽ നിങ്ങളുടെ ഫ്ലൈറ്റ് ഏത് ഗേറ്റിലാണോ വരുന്നത് ആ ഗേറ്റിലേക്ക് മൂവ് ചെയ്ത് പോകേണ്ടത്. ആ സൗകര്യാർത്ഥമാണ് ആൾക്കാർ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. എമിഗ്രേഷൻ്റെ, അതായത് ഫ്ലൈറ്റിൽ കയറുന്ന സമയമായി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അനൗൺസ്മെൻറ്റ് ഉണ്ടാവും. ആ അനൗൺസ്മെൻറ്റ് പ്രകാരം നിങ്ങൾ ഏത് ഗേറ്റിനാണ് പോകേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആ ഗേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫ്ലൈറ്റ് പിടിക്കാൻ പറ്റുന്നത്. അങ്ങനെയുള്ളൊരു എളുപ്പം, അതായത് വളരെ ഒരു കൺഫ്യൂഷൻ പോലും ഇല്ലാത്ത ആ രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. വളരെ എളുപ്പമാണ് ശരിക്കും. ഏതൊരു ഫസ്റ്റ് പോകുന്ന ആൾക്കാർക്കും വലിയൊരു റിസ്ക്കിലുണ്ട്. അതായത് ടെൻഷനൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങളെ യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒന്നുകൂടി എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യണം, വീഡിയോ മുഴുവനായിട്ട് കാണണം. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ട് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. ഓരോ സബ്സ്ക്രൈബറാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു നമുക്കൊരു ഇതുണ്ടാവും, അതായത് അടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സിനോർക്ക് അയച്ചു കൊടുക്കും. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ കമൻറ്റിൽ പറഞ്ഞാൽ നല്ലതായിരുന്നു. എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളോ ഉണ്ടാക്കണമെങ്കിൽ നമുക്കത് ചെയ്യുമായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു എക്സ്പീരിയൻസ്, ഒരു ഫോട്ടോഗ്രാഫറോ അല്ലെങ്കിൽ വീഡിയോഗ്രാഫറോ ഒന്നുമല്ല. ഇതിൻ്റെ പാഷൻ കാരണം നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളും കാര്യങ്ങളും അതുപോലെ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും അതൊന്ന് കമൻറ്റ് ചെയ്യണം. അതൊരു കമൻറ്റ് രൂപേണ പറയുമെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ അടുത്ത വീഡിയോ ഇനി വേഗം തന്നെ ചെയ്യും. ഇപ്പം കുറച്ച് ടൈമും പ്രശ്നങ്ങളെല്ലാം ഉള്ളത് കാരണം സമയം കിട്ടാത്തതാണ്, ജോലി തിരക്കും കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ